ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവില്ലേ ഇത് ഏത് ചാപ്റ്റർ ആണ്. നമ്മൾ കുറെ പേര് ചോദിക്കുന്നത് അനലിറ്റിക്കൽ ജോമെട്രി അല്ലേ, ട്രാജക്ടറി എന്നൊക്കെ കാണുമ്പോൾ അനലിറ്റിക്കൽ ജോമെട്രി അല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ചെയ്യുന്ന ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവം? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ വാല്യൂ ഓഫ് phi of 999 where phi is the Euler's torsion function. എന്താണ്? ഇപ്പൊ എല്ലാവരും ബനാക്സ് സ്പേസിന്റെ ഡെഫിനേഷൻ പഠിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടാൻ അല്ലെ 1.5 മാർക്ക് നമ്മുടെ പകുതി കിടക്കും. നമുക്കറിയാം ഒരു 1.5 മാർക്കിന്റെ വില വലിയ വിലയാണ് നമ്മുടെ സെറ്റ് എക്സാമിന് കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. അപ്പൊ നമുക്കറിയാം എന്താണ് നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് സെറ്റ് എക്സാമിന് ഇതിൽ ചോദിച്ചിട്ടുള്ള പല യൂണിറ്റുകളിൽ നിന്നായിട്ടുള്ള കുറച്ച് PYQs നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് PYQs. അത്യാവശ്യം നമ്മൾ റെഫർ ചെയ്താൽ തന്നെ എന്താണ് നമുക്ക് അത്യാവശ്യം മാർക്ക് എവിടെ കിട്ടും, നമ്മുടെ സെറ്റ് എക്സാമിന് കിട്ടും. കാരണം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്താണ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, PYQs ഒഴിവാക്കി നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാനിൽ വെക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകണ്ട എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നേരെ കടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് നോക്കിയേ, എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നെസസറി കണ്ടീഷൻ ഫോർ എ നോർമഡ് സ്പേസ് ടു ബി എ ബെനാക് സ്പേസ്. ഒരു നോർമഡ് സ്പേസ് ഒരു ബെനാക് സ്പേസ് ആകാനുള്ള നെസസറി കണ്ടീഷൻ എന്താണെന്ന് വെച്ചിരുന്നേ. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഇതിൽ ഏതാണ് ബെനാക് സ്പേസിന്റെ ഡെഫിനേഷൻ നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ബെനാക് സ്പേസ്? ഒരു കംപ്ലീറ്റ് നോർമഡ് സ്പേസ് ആണെന്ത് നമ്മൾ ബെനാക് സ്പേസ് എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ. ഒരു കംപ്ലീറ്റ് നോർമഡ് സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കുന്നേ, നമ്മൾ ബെനാക് സ്പേസ് എന്ന് വിളിക്കുന്നേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോ എപ്പോഴാണ് ഒരു സ്പേസ് കംപ്ലീറ്റ് ആകുന്നത്? നമുക്കറിയാം എപ്പോഴാണ് ഒരു സ്പേസ് കംപ്ലീറ്റ് ആകുന്നത്. ഒരു സ്പേസ് കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്ത് വേണം? ആ സ്പേസിൽ എല്ലാ കോഷി സീക്വൻസും കൺവേർജന്റ് ആയിരിക്കണം. ഇനി നമ്മൾ ഓപ്ഷൻസ് ഒക്കെ നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജന്റ് സബ് സീക്വൻസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ സ്പേസ് ഈസ് ഫൈനൈറ്റ് ഡൈമെൻഷണൽ. മൂന്നാമത്തെ സ്പേസ് ദ സ്പേസ് ഈസ് സെപ്പറബിൾ. മൂന്നാമത്തെ ഓപ്ഷൻ ദ സ്പേസ് ഈസ് സെപ്പറബിൾ. ആൻഡ് ദ ഫോർത്ത് ഓപ്ഷൻ എവരി കോഷി സീക്വൻസ് കൺവേർജസ്. ഇപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? വളരെ ഈസി ആയിട്ട് പറയാം. ഏത് ഓപ്ഷൻ ആൻസർ വരിക? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ. നോക്കിയേ, എവരി കോഷി സീക്വൻസ് കൺവേർജസ്. എന്താ ഉദ്ദേശിക്കുന്നത്? എവരി കോഷി സീക്വൻസ് കൺവേർജസ് മീൻസ് എന്താണ്? അത് ഒരു കംപ്ലീറ്റ് സ്പേസ് ആണെന്ന് പറയുന്നത്. എപ്പോഴാണ് സ്പേസ് കംപ്ലീറ്റ് ആകുന്നത്? ആ സ്പേസിൽ എല്ലാ കോഷി സീക്വൻസും കൺവേർജിങ് ആണെങ്കിലാണ് കംപ്ലീറ്റ് ആകുന്നത്. നമ്മൾ എന്താണ് ഒരു കംപ്ലീറ്റ് നോർമഡ് സ്പേസ് ആണെന്ത് നമ്മുടെ ബെനാക് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെനാക് സ്പേസിൽ എന്തായിരിക്കും? എല്ലാ കോഷി സീക്വൻസും എന്തായിരിക്കും? അവിടെ കൺവേർജിങ് ആയിരിക്കും. അപ്പൊ ആൻസർ ഏതാ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബട്ട് ഫംഗ്ഷണൽ അനാലിസിസ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ബെനാക് സ്പേസ് എന്താണെന്നൊക്കെ. ഇപ്പൊ എല്ലാവരും ബെനാക് സ്പേസിന്റെ ഡെഫിനേഷൻ പഠിച്ചാൽ ഇതിന്റെ ആൻസർ കിട്ടാൻ അല്ലെ 1.5 മാർക്ക് നമ്മുടെ പകുതി കിടക്കും. നമുക്കറിയാം ഒരു 1.5 മാർക്കിന്റെ വില വലിയ വിലയാണ് നമ്മുടെ സെറ്റ് എക്സാമിന് കേട്ടോ. അപ്പൊ ഒട്ടും വൈകാതെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്? അടുത്ത ചോദ്യം വരുന്നത് അബ്സ്ട്രാക്ട് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതായത് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് ഇതാണ്. മൂന്നാമത്തെ യൂണിറ്റ് എന്താ പറയുന്നത് നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണ്? The number of disjoint cycles of length greater than or equal to 2 in the permutation. ഈ കാണിക്കുന്ന പെർമ്യൂട്ടേഷനിൽ എന്താണ് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയ എത്ര സൈക്കിൾസ് എന്ന് ചോദിച്ചത്. പെർമ്യൂട്ടേഷൻ ഒന്ന് എടുത്തു നോക്കാം. നോക്കിയേ, സിഗ്മ എന്ന പെർമ്യൂട്ടേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? 1 2 3 4 5 6 7 8. 1 താഴെ 3, 2 താഴെ 4, 3 താഴെ 7, 4 താഴെ 2, 5 താഴെ 6, 6 താഴെ 5, പിന്നെന്താണ് 7 താഴെ 8, 8 താഴെ 1. ഇതാണ് എന്ത് നമ്മുടെ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ പല സൈക്കിളുകളായിട്ട് എഴുതാം. ഈ പെർമ്യൂട്ടേഷനെ പല സൈക്കിളുകളായിട്ട് എഴുതാൻ പോണ്. അപ്പൊ നോക്കി, ഫസ്റ്റ് സൈക്കിൾ ഇതാണ്. 1 3 കണക്ട് ചെയ്തേക്കുന്നത്, 3 7 കണക്ട് ചെയ്തേക്കുന്നു, 7 8 കണക്ട് ചെയ്തേക്കുന്നു, 8 വീണ്ടും 1 ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു. അപ്പൊ ഫസ്റ്റ് സൈക്കിൾ എങ്ങനെ എഴുതാം? 1 3 7 8 എന്ന് പറയുന്നതാണ് എന്ത് ആദ്യത്തെ സൈക്കിള് അല്ലെ. ആദ്യത്തെ സൈക്കിൾ എന്താ വരിക? 1 3 7 8 എന്നതായിരിക്കും എന്ത് ആദ്യത്തെ സൈക്കിൾ വരിക. അപ്പൊ എന്താണ് 1 3 7 8 എന്ന 4 നമ്പേഴ്സ് ആവശ്യം കഴിഞ്ഞു. ഇനി അടുത്ത നമ്പർ നോക്കാം. 2 നോക്കിയേ.
2 എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? 4 കണക്ട് ചെയ്തിരിക്കുന്നത്. 4 തിരിച്ചെന്താണ് 2 ആയിട്ടും കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സൈക്കിൾ എന്താ എഴുതാം? 4 2 അല്ലെങ്കിൽ 2 4 എന്ന ഒരു സൈക്കിൾ നമുക്ക് കണക്കാക്കാം. 2 4 എന്ന ഒരു സൈക്കിൾ കണക്കാക്കാം. അടുത്ത സൈക്കിൾ നോക്കിയേ, 3 7 നമുക്ക് എടുക്കണ്ട, 4 2 എടുക്കണ്ട, ഇനി 5 6 6 5 അല്ലെ, 5 6 6 5. അപ്പൊ എത്രയായി? അടുത്തൊരു സൈക്കിൾ എന്താണ്? 5 6. ഇപ്പൊ എത്ര സൈക്കിൾസ് ആയി? എത്ര ഡിസ്ജോയിന്റ് സൈക്കിളുകളായി? ഡിസ്ജോയിന്റ് സൈക്കിളുകൾ എന്താ ഉദ്ദേശിക്കുന്നത്? പരസ്പരം കണക്ഷൻ ഇല്ലാത്ത സൈക്കിളുകൾ. ഫസ്റ്റ് സൈക്കിൾ എന്താണ്? 1 3 7 8 എന്നൊരു സൈക്കിള്, പിന്നെ 2 4 എന്നൊരു സൈക്കിള്, 5 6 എന്ന വേറൊരു സൈക്കിള്. അപ്പൊ എത്രയായി? 3 ഡിസ്ജോയിന്റ് സൈക്കിളുകളായി അല്ലെ. അപ്പൊ എത്ര ഡിസ്ജോയിന്റ് സൈക്കിളുകളുണ്ട്? എത്ര ഉണ്ട്? ഡിസ്ജോയിന്റ് സൈക്കിളുകൾ എണ്ണം ഓപ്ഷൻ ഡി 3 ആണ്. നോക്കിയേ, ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുണ്ട്. ഇപ്പൊ ഗ്രേറ്റർ ദാൻ 2 എന്ന് മാത്രമാണ് നമുക്ക് പെട്ടുവരെ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കിളിന്റെ ലെങ്ത് എന്ത് 2 ആയാലും ഒരു പ്രശ്നമില്ല. ഇവിടെ നോക്കിയേ, 2 ലെങ്ത് ഉള്ള 2 സൈക്കിളുകൾ ഉണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 3. കേട്ടല്ലോ, ഓപ്ഷൻ ഡി 3 ആണെന്ന് വരിക ആൻസർ വരിക. അപ്പൊ ക്ലിയർ ആണല്ലോ, വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കി പഠിച്ച എന്താണ്, നോക്കി ഇത് ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണ്? നമ്പർ തിയറിയിൽ നിന്നാണ്. എന്താണ്? നമ്പർ തിയറി എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്പർ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ നമ്പർ തിയറി എന്തിനാ പഠിക്കണേ? വളരെ ഈസി ചാപ്റ്റർ ആയിട്ട് തോന്നും. പക്ഷെ എന്താണ്, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരും? നമ്പർ തിയറി വരും. ലൈക്ക് ഫെർമാറ്റ്സ് തിയറം ആയിക്കോട്ടെ, ഓയിലേഴ്സ് തിയറം ആയിക്കോട്ടെ. ഈ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷനും അതേപോലത്തെ ഒരു സെക്ഷൻ ആണ്. നമ്മളൊക്കെ എന്താണ്, കഴിഞ്ഞ ഒരു 5-6 സെറ്റ് എക്സാം നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? ദ വാല്യൂ ഓഫ് 5 ഓഫ് 999 വേർ 5 ഇസ് ദ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ. എന്താണ്? 5 ഓഫ് എന്ത് കണ്ടുപിടിക്കണം? 999 കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണ്ടേ? ഫസ്റ്റ് 5 നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്ത് ഒരു പക്കയായിട്ടുള്ള പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അപ്പൊ നോക്കിയേ, പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോണേ ഞാൻ 5 എന്ന് നോക്കിക്കോ. 5 ഓഫ് 999 5 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 999 പ്രൈം ഫാക്ടറൈസ് ചെയ്യട്ടെ. അപ്പൊ നോക്കാം, ഫസ്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓഫ് കോഴ്സ് എന്തൊരു 333. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോരും? 111 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 37 കിട്ടും. 37 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 999 3 ക്യൂബ് ഇൻറ്റു 37 എഴുതാം. നോട്ട് പോയിന്റ്. 999 എങ്ങനെ എഴുതാം? 999 is equal to 3 cube into 37. 3 cube into 37 എന്ന് എഴുതാം. അപ്പോൾ 5 of 999 എന്ത് വരും? 5 of 999 എന്ത് വരും? 999 into 1 minus 1/3 into 1 minus 1/37 എന്ന് വരും. നോക്കിയേ, 999 അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു 2/3 ഇൻറ്റു എന്താണ്? 36/37 എന്ന് വരും. ഫസ്റ്റ് എന്ത് ചെയ്യാ? ഒരു 3യും 37ഉം ഈ 999 വെട്ടി ഇവിടെ 9 വരും. ബാക്കി എന്തുണ്ട്? 9 ഇൻറ്റു 2 ഇൻറ്റു 36. അപ്പൊ എത്രയാ വരിക? 5 ഓഫ് 999 എന്ന് പറയുമ്പോൾ എന്ത് വരും? 9 ഇൻറ്റു 2 ഇൻറ്റു 36, അതായത് 9 ഇൻറ്റു 72 എന്ന് വരും. നോക്കിയേ, 9 ഇൻറ്റു ഫസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം? 9 ഇൻറ്റു 2 ചെയ്യുമ്പോൾ അവസാനം എന്ത് വരണം? 8 വരണം. 18 വരും. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. ഈ ഓപ്ഷൻസ് നോക്കാം. ഈ ഓപ്ഷൻസിനകത്ത് ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിട്ടുള്ള ഏത് നമ്പർ ഉള്ളേ? ഒരൊറ്റ നമ്പറേ ഉള്ളൂ. അത് ഏത് നമ്പറാ? ഓപ്ഷൻ സി 648 ആണ്. എന്ത്? ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന ഒരേ ഒരു നമ്പർ. അപ്പൊ എന്താണ്? 648 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. നോക്കിയേ, 9 ഇൻറ്റു 70 9 ഇൻറ്റു 70 എത്ര വരും? 9 ഇൻറ്റു 70 630 വരും. 9 ഇൻറ്റു 2 18 വരും. 630 പ്ലസ് 18 എന്ത് വരും? 648. ഓപ്ഷൻ ഡി, ഓപ്ഷൻ സി ആണ് കിട്ടുക. പിന്നെ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നോക്കിയേ, ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓഡ് നമ്പർ ഉണ്ടോ നോക്കാം. ഓപ്ഷൻസ് ഏതെങ്കിലും ഓഡ് നമ്പർ ഉണ്ടോ നോക്കാം. നോക്കിയേ, 729 ഒരു ഓഡ് നമ്പർ ആണ്. അതൊരിക്കലും എന്ത് വരില്ല? ആൻസർ വരില്ല. കാരണം എന്താണ്? 5 ഫംഗ്ഷന്റെ വാല്യൂ ഓഡ് നമ്പർ വരുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ. അതേതാണ്? അത് 2 എന്ന നമ്പറിന് മാത്രമാണ്. 2 എന്ന ഒരൊറ്റ നമ്പറിന് മാത്രമാണ് എന്ത് 5യുടെ ആൻസർ എന്ത് വരുള്ളൂ?
ഓഡ് നമ്പർ വരുള്ളൂ. ബാക്കി എല്ലാ നമ്പേഴ്സിനും ഏത് നമ്പർ എടുത്താലും എന്താണ് 5 ആയിട്ട് എപ്പോഴും എന്തായിരിക്കും ഇവൻ ആയിരിക്കും. കേട്ടല്ലോ. അപ്പൊ അത് കാര്യം നല്ല പഠിച്ച് നല്ല അടിപൊളിയായിട്ട് ഉറപ്പിച്ച് എന്താണ് നമുക്ക് ഈസി ആയിട്ട് ഇത്തരം ക്വസ്റ്റിന് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയാണെന്ന് നോക്കിയേ. എന്താണ് ഒറ്റ അടിക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവൂലേ ഇത് ഏത് ചാപ്റ്റർ ആണ്. നമ്മൾ കുറെ പേര് ചോദിക്കുന്നത് അനലിറ്റിക്കൽ ജോമെട്രി അല്ലേ, ട്രാജക്ടറി എന്നൊക്കെ കാണുമ്പോൾ അനലിറ്റിക്കൽ ജോമെട്രി അല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ചെയ്യുന്ന ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും സംഭവം? അത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിന്നുള്ള ഒരു ചോദ്യമാണ് എന്ത് ഓർത്തോഗണൽ ട്രജക്ടറി കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഓർത്തോഗണൽ ട്രജക്ടറി വരുന്നത് ചിന്തിക്കുന്നുണ്ടാവും. ഒട്ടും ടെൻഷൻ എടുക്കേണ്ട, വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ഓർത്തോഗണൽ എന്ന വാക്കിന്റെ അർത്ഥം നോക്കാം. എന്താണ് ഓർത്തോഗണൽ എന്ന വാക്കിന്റെ അർത്ഥം? ഓർത്തോഗണൽ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നൊരു ഐഡിയ ആണ്. എന്താണ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നൊരു ഐഡിയ ആണ് ഓർത്തോഗണൽ എന്ന വാക്കിനുള്ളത്. അപ്പോ ആലോചിച്ച് നോക്കുക എന്താണ് പെർപെൻഡിക്കുലർ. അപ്പോ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് റെസിപ്രോക്കൽ ആകും. അത്രയും ചിന്തിച്ചാൽ മതി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാറ് പൊതുവെ dy/dx ആണ്. അപ്പൊ dy/dx ഈക്വൽ ടു എന്ന ഫോമിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് ആ dy/dx പകരം -dx/dy എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓർത്തോഗണൽ ട്രജക്ടറി കിട്ടും. അപ്പൊ നോക്കിയേ ക്വസ്റ്റ്യൻ നോക്കുക. The orthogonal trajectories of the family of parabola y square equal to 4ax will be y square equal to 4ax എന്ന ഫാമിലി ഓഫ് കർവുകളുടെ ഇതാണ് ഓർത്തോഗണൽ ട്രജക്ടറി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ y square equal to 4ax എഴുതി. y square is equal to 4ax. y square equal to 4ax എഴുതുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ x വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2y dash is equal to 4a എന്ന് വരും. 2y dash is equal to 4a എന്ന് വരും. അപ്പൊ നോക്കുക 2y dash equal to 4a ആണെങ്കിൽ y dash equal to എന്ത് എഴുതാം? y dash is equal to 2a/y എന്ന് എഴുതാം. 2a/y എന്ന് എഴുതാം. കറക്റ്റ് ആണല്ലോ. y dash വരെ എന്തായി? 2a/y എന്നായി. അപ്പൊ തന്നെ എന്താണ് a is equal to എന്താ എഴുതാം? a is equal to എന്താ എഴുതാൻ പറ്റും? y dash by 2 എന്ന് എഴുതാം. ഇത് നോക്കിയേ നമ്മുടെ കർവിന്റെ ഇക്വേഷനിൽ എക്ക് വരും y dash by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്ക് വരും എന്താണ്? y dash by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ y square is equal to 4 into y dash by 2 into x എന്ന് വരും. 2ഉം 4ഉം ക്യാൻസൽ ഇവിടെ 2 വന്നു. y square is equal to y dash x 2y dash x എന്ന് വരും. ഒരു y കട്ടായി പോകും. എന്താണ് y is equal to 2y dash x എന്നായി. which means എന്ത് എഴുതാം? y dash is equal to y by 2x എന്ന് കിട്ടും. y by 2x എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ dy/dx നമുക്ക് എന്ത് കിട്ടി? y by 2x എന്ന് കിട്ടി. അപ്പൊ നോക്കാം ഇപ്പൊ സ്റ്റെപ്പ് എന്താണ്? dy/dx is equal to y by 2x എന്നായി. dy/dx is equal to y by 2x എന്നായി. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഓർത്തോഗണൽ അതായത് എന്താണ് നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കാം. ഡയറക്റ്റ് dy/dx ന്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എന്താണ്? -dx/dy is equal to y by 2x നൽകുക. ഇനി എന്ത് ചെയ്യാ? നമ്മൾ സാധാ വേരിയബിൾ സെപ്പറബിൾ വെച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടുപിടിക്കില്ലേ? സെയിം മെത്തേഡ്. അപ്പൊ നോക്കിയേ എക്സിനെ കുറിച്ച് ശരി കൊണ്ടുവന്നു, വൈനെ കുറിച്ച് ശരി കൊണ്ടുവന്നു. അപ്പൊ എന്താണ് -2x dx is equal to dy എന്ന് വരും. -2x dx is equal to dy എന്ന് വരും. ഇത് നോക്ക -2x dx ഇന്റഗ്രേറ്റ് ചെയ്യുക എന്ത് വരും? -x²/2 എന്ന് വരും. ഇനി ഇന്റഗ്രൽ y dy എന്ത് വരും? y²/2 എന്ന് വരും. ഓക്കെ ഇവിടെ ഒരു ഇൻറ്റു 2 കൂടി ഉണ്ട്. ഇവിടെ ഒരു ഇൻറ്റു 2 കൂടി ഉണ്ട്. ഓക്കെ അപ്പൊ നോക്കിയേ ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താണ് -x² മാത്രമേ വരുള്ളൂ. ഇവിടെ y² വന്നു. അപ്പൊ നോക്കിയേ എന്താണ് കർവ് എന്ത് വരും? -x² is equal to y²/2 plus c എന്ന് വരും. y²/2 plus c എന്ന് വരും. അപ്പൊ സോൾവ് ചെയ്യുക. എന്താണ് -x² is equal to y²/2 എന്ന് വന്നാൽ പ്ലസ് c എന്ന് വന്നാൽ എന്താണ് ഫുള്ളും എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും?
minus 2x square is equal to y square plus c, which means x square plus y square 2x square plus y square equal to c എന്ന ഒരു സർക്കിളായി അത് മാറും അല്ലെ. എന്നാ ഒരു ഫാമിലി ഓഫ് സർക്കിൾ, ഫാമിലി ഓഫ് കർവ്സ് ആയാലും എന്ത് മാറും, നമ്മുടെ ഇക്വേഷൻ മാറും. അപ്പൊ 2x square plus y square equal to c എന്ന ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ സി അല്ലെ. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് വരിക. ആൻസർ വരിക ഏതാണ്, ഓപ്ഷൻ സി. ദ ഫാമിലി ഓഫ് കർവ്സ് 2x square plus y square equal to c എന്നതാണ് നമ്മുടെ y square equal to 4x എന്ന പരാബോളയുടെ ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുന്നത്. എന്താണ് ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുന്നത്? അപ്പൊ എന്താണ്, ഇതുപോലെ ധാരാളം PYQs ഒരു വലിയൊരു കളക്ഷനുമായിട്ടാണ് നമ്മളെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്താണ് ഇപ്പോഴത്തെ ഈ വരുന്ന 22-ാം തീയതിയുള്ള സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനിയും എന്താണ് പഠിച്ചു തുടങ്ങാത്തവർക്ക് എന്താണ് ധൈര്യമായിട്ട് ചോദിച്ചു ചെയ്താൽ മാക്സിമം PYQs വെച്ച് നമുക്ക് മാക്സിമം എന്താണ് കവർ അപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഒപ്പം തന്നെ എന്താണ് ഈ വരുന്ന സെറ്റ് എക്സാം അല്ല, അത് കഴിഞ്ഞിട്ടുള്ള സെറ്റ് എക്സാം ആണ് ലക്ഷ്യം എന്ന് വിചാരിക്കുന്നവർക്കായിട്ട് എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു സെറ്റ് അസ്ത്ര 5.0 എന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവ ഒട്ടും മടിക്കാതെ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സെറ്റ് എക്സാം ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ബൂസ്റ്റർ ബാച്ചും ഉണ്ട്. ഒപ്പം തന്നെ എന്താണ് വരുന്ന സെറ്റ് എക്സാമിന് വേണ്ടി ഉള്ളവർക്കാണെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടി സെറ്റ് അസ്ത്ര 5.0 എന്ന ബാച്ച് കൂടി നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനായി നമ്മൾ താഴെ കാണുന്ന ഈ നമ്പറിൽ എന്താണ് 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ നമ്മൾ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്താൽ മതി. ഒപ്പം തന്നെ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇനി കൂടുതൽ സജഷൻസ് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു.